2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ പിന്തുണ ആർക്ക് എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ പിന്തുണ UDFന് ഏറെ ഉണ്ടായിരുന്നതായി കാണാൻ സാധിക്കും. പക്ഷേ 2024 വരുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ പിന്തുണ UDFന് ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ 2024 ഈ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ ആ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം തന്നെ ആർക്ക് അനുകൂലമായി വരും എന്നുള്ളത് ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഏറെ ബാധിക്കാനുള്ള അല്ലെങ്കിൽ ഏറെ സ്വാധീനിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ പ്രാധാന്യവുമുണ്ട്, ഏറെ നിർണായകവുമാണ്. ഈ സാഹചര്യത്തിലാണ് യാക്കോബ സഭ തങ്ങളുടെ വോട്ടുകളെല്ലാം തന്നെ ഇടതുപക്ഷത്തിനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ക്രൈസ്തവ വോട്ടുകളെ ശേഖരിക്കുക, ഏകീകരിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തിൽ 3 മുന്നണികളും പ്രയത്നിച്ചിരുന്നതായി കാണാൻ സാധിക്കും. ഒരർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് നേരിട്ട് ക്രൈസ്തവ വോട്ടുകളെല്ലാം തന്നെ ശേഖരിക്കുക എന്ന തരത്തിലായിരുന്നില്ലെങ്കിൽ പോലും ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തുന്നതിൽ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ തന്ത്രങ്ങളെല്ലാം തന്നെ ഫലിക്കുന്നതായി കാണാൻ സാധിക്കും. എന്നാൽ ആ സമയത്ത് തന്നെ UDFിലേക്ക് വരുമ്പോൾ അഥവാ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങളെല്ലാം തന്നെ പാളിപ്പോയതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് 2019 നിന്നും 2024 5 വർഷങ്ങൾ പിന്നിടുമ്പോൾ കോൺഗ്രസിനോടുള്ള അഥവാ UDFിനോടുള്ള ന്യൂനപക്ഷ വിശ്വാസത്തിൽ വലിയ ഇടിവ് തന്നെ സംഭവിച്ചിട്ടുള്ളത്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇരട്ടത്താപ്പ് നയങ്ങളും നിലപാട് ഇല്ലായ്മയുമാണ്. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം അതും ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും ഒരു ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകളുടെ എല്ലാം തന്നെ ശേഖരണത്തിനും ഏകീകരണത്തിനും വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചിരുന്നതായി കാണാൻ സാധിക്കും. കഴിഞ്ഞ ക്രിസ്തുമസ് കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ക്രൈസ്തവ ഭവന സന്ദർശനങ്ങളും മതമേലധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചകളെല്ലാം തന്നെ BJPയുടെ ഭാഗത്തു നിന്നും NDAയുടെ ഭാഗത്തു നിന്നും സാരമായി തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. ഇനി ദേശീയ തലത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് സംസ്ഥാന തലത്തിലേക്ക് നോക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന തലത്തിലും പ്രത്യേകിച്ചും തൃശ്ശൂരും തിരുവനന്തപുരവും പോലെയുള്ള BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു ഏകീകരണത്തിന്റെ ശ്രമം തീവ്രമായി നടന്നിരുന്നതായി കാണാൻ സാധിക്കും. തൃശ്ശൂരാണെങ്കിൽ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ലൂർദ് പള്ളിയിൽ മാതാവിന് കിരീടം സമർപ്പിച്ചതാണെങ്കിലും മറ്റ് മതമേലധ്യക്ഷന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ചകളാണെങ്കിലും തൃശ്ശൂരിൽ നേരിട്ട് K സുരേന്ദ്രൻ എത്തുകയും അവിടെ മറ്റ് സഭകളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചർച്ചകളെല്ലാം തന്നെ സംഘടിപ്പിച്ചതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വോട്ട് ശേഖരണത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. ഇനി തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ K സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ഒരു പദയാത്രയുണ്ടായിരുന്നു. ആ പദയാത്രയിലാണെങ്കിലും കൃത്യമായി തന്നെ എല്ലാ മതത്തിലും പെട്ട പ്രത്യേകിച്ച് ന്യൂനപക്ഷ മതങ്ങളിൽപ്പെട്ട എല്ലാ മതമേലധ്യക്ഷന്മാരെ നേരിട്ട് കണ്ട് സംസാരിക്കാനും ചർച്ചകൾ നടത്തുവാനും എല്ലാം തന്നെ ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ്. അത്തരത്തിലുള്ള ക്രൈസ്തവ ഭവന സന്ദർശനങ്ങൾ പോലും കേരളത്തിൽ നടന്നു എന്നുള്ളതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആ വോട്ടുകൾ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ പ്രചരണങ്ങളുടെ ഭാഗം തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് NDAയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വോട്ടുകളെല്ലാം തന്നെ വെച്ച് പുലർത്തിയിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പിന്തുണ കുറയുന്നതായി കാണാൻ സാധിക്കും. ഇതേ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇടതുമുന്നണിക്ക് ക്രൈസ്തവ പിന്തുണ ഏറി വരുന്നു എന്നുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. എന്തു തന്നെയാണെങ്കിലും യാക്കോബായ സഭ ഇടതുപക്ഷത്തിനാണ് തങ്ങളുടെ പിന്തുണ എന്ന് പരോക്ഷമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ സഭയെ സഹായിച്ചവരെ തിരികെ സഹായിക്കുവാനും കരുതുവാനും തങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് യാക്കോബായ സഭ വ്യക്തമാക്കുന്നത്. ജോസഫ് ഗ്രിഗോറിയസ് മെത്രോപൊളിത്ത സർക്കുലറിൽ വ്യക്തമാക്കിയതാണ് ഇക്കാര്യം. യാക്കോബായ സഭയുടെ അസ്തിത്വം സംരക്ഷിക്കുമെന്ന് പുത്തൻകുരിശിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തെ സൂചിപ്പിച്ചാണ് LDFന് ഇത്തവണ പരോക്ഷമായ ഒരു പിന്തുണ അവർ പ്രഖ്യാപിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂർ കലാപം ഒരു വലിയ വിഷയം തന്നെയായിരുന്നു. അത് കേരളത്തിൽ വലിയ തരത്തിൽ തന്നെ സ്വാധീനിച്ചു എന്ന് പറയാൻ സാധിക്കും. പലപ്പോഴും ക്രൈസ്തവ സഭയുടെ മുഖപത്രങ്ങളിലാണെങ്കിലും ശരി ഇതേ സംബന്ധിച്ചുള്ള ഒരുപാട് ലേഖനങ്ങളോ എല്ലാം തന്നെ പ്രസിദ്ധീകരിച്ചതുമാണ്. അതായത് മണിപ്പൂർ തങ്ങൾക്ക് മറക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം ആരുടെ കൂടെയാണ് ഏത് മുന്നണിയുടെ കൂടെയാണ് ഉണ്ടാവുക എന്ന് പറയുന്ന കാര്യത്തിൽ വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മണിപ്പൂർ കലാപങ്ങളെല്ലാം തന്നെ രാജ്യത്ത് ഉടനീളം ഏറെ ചർച്ചയായ സാഹചര്യത്തിൽ ഒരു പ്രധാന പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസിന് കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ സാധിക്കാതെ പോയ സാഹചര്യത്തിൽ തങ്ങളുടെ ജനത്തെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ പോയ സാഹചര്യത്തിലെല്ലാം തന്നെ ഇതെല്ലാം തന്നെ കോൺഗ്രസിന് തിരിച്ചടിയാകാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. ഇനി ക്രൈസ്തവ സഭയെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു ന്യൂനപക്ഷങ്ങളിലേക്ക് വരികയാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നതിൽ പാളിച്ചു പറ്റിയതായി കാണാൻ സാധിക്കും. പലസ്തീൻ വിഷയമാണെങ്കിലും CA വിഷയമാണെങ്കിലും എല്ലാം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ അഥവാ നിലപാട് സ്വീകരിക്കാൻ വൈകി പോകുന്നതിലെല്ലാം തന്നെ കോൺഗ്രസിന്റെ പിടിപ്പുകേട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കൂടെ ഇത്തവണ കോൺഗ്രസ് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഇല്ല എന്ന് തന്നെ കാണാൻ സാധിക്കും. എന്നാൽ അതേസമയം തന്നെ ഇടതുപക്ഷത്തിന്റെ സ്ട്രാറ്റജി അത് വളരെ കൃത്യമായി തന്നെയാണ്. പ്രത്യേകിച്ചും രണ്ടാം പിണറായി സർക്കാരിന് ശേഷം ഇടതുപക്ഷത്തിന്റെ സ്ട്രാറ്റജി ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്ന സ്ട്രാറ്റജി എല്ലാം തന്നെ വിജയം കാണുന്നതായി സാധിക്കുന്നുണ്ട്. അതിനുള്ള പ്രധാന ഉദാഹരണങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ സംസ്ഥാനത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി അഥവാ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നതിൽ CPM അഥവാ LDFന് വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത്. കുറച്ചുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ പലസ്തീൻ വിഷയമാണെങ്കിലും CAA വിഷയമാണെങ്കിലും ഗ്യാൻവാബി വിഷയമാണെങ്കിലും ബാബരി മസ്ജിദ് വിഷയമാണെങ്കിലും രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ആണെങ്കിലും മണിപ്പൂർ വിഷയമാണെങ്കിലും എല്ലാം തന്നെ കൃത്യമായി തന്നെ ഇടതുപക്ഷത്തിന് നിലപാട് സ്വീകരിക്കാനും തങ്ങളുടെ നിലപാട് ഉറക്കെ വിളിച്ചു പറയാനും കരുത്തുണ്ടായിരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു വിശ്വാസം നേടിക്കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസം 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് വോട്ടായി മാറാനുള്ള സാധ്യതയും ഏറെയാണ്. മാത്രമല്ല രണ്ടാം പിണറായി സർക്കാരിന്റെ വലിയൊരു വിജയം എന്ന് പറയുന്നത് EK സമസ്ത വോട്ടുകൾ ഒരു ഭിന്നിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത്തരം ഒരു സാഹചര്യം ഒരുക്കാനായിട്ട് രണ്ടാം പിണറായി സർക്കാരിന് സാധിച്ചു എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. EK സമസ്ത വോട്ടുകളെ സംബന്ധിച്ചിടത്തോളം അത് മുസ്ലിം ലീഗിലൂടെ UDFന് ലഭിച്ചിരുന്ന വോട്ടുകളായിരുന്നു. ആ വോട്ടുകളെല്ലാം തന്നെ ഇത്തവണ ഭിന്നിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. കഴിഞ്ഞ ദിവസം EK സമസ്ത വിഭാഗത്തിലെ വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ നിന്നും ഒരു ഫോൺ കോൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ ഫോൺ കോൾ സംഭാഷണത്തിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: ഇത്തവണ പിന്തുണ LDFന് ആണ് നൽകേണ്ടത്, UDFന്റെ സ്ഥാനാർത്ഥിയായ സമദാനിക്ക് അല്ല എന്ന് അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ കാണിച്ചു തരുന്നത് പ്രത്യേകിച്ചും ലീഗിന് അഥവാ UDFന് ഏറെ പ്രതീക്ഷയുള്ള പൊന്നാപുരം കോട്ടയായ പൊന്നാനി മണ്ഡലങ്ങളെല്ലാം തന്നെ ഇടതുപക്ഷ കാറ്റ് വീശി തുടങ്ങിയിരിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിലേക്കുള്ള ന്യൂനപക്ഷ വോട്ടുകളിൽ ഇത്തവണ വർധനയുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. എന്നാൽ ഇതിനുമെല്ലാം അപ്പുറമാണ് കഴിഞ്ഞ ദിവസം വരാപ്പുഴ അതിരൂപതയുടെ മുഖപത്രമായ ജീവദീപ്തിയിൽ വന്നിട്ടുള്ള ഒരു ലേഖനം എന്ന് പറയുന്നത്. അതിൽ കൃത്യമായി തന്നെ BJPയോട് ഐക്യത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ക്രൈസ്തവ സഭകൾക്കിടയിൽ പോലും BJPയോട് യോജിപ്പുണ്ട് എന്ന് ഈ ആർട്ടിക്കിൾ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ കൃത്യമായി പറയുകയാണ്, BJPയോട് യാതൊരു തരത്തിലുള്ള ഐക്യത്തിന്റെയും ആവശ്യമില്ല, BJPയിൽ അഴിമതിയുണ്ടെന്ന് പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കിടയിലോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ ഉള്ളത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരല്ല എന്ന് കൂടി ആ ആർട്ടിക്കിളിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല കോൺഗ്രസിനോട് പോലും കൃത്യമായ വിശ്വാസ്യത പുലർത്താൻ പറ്റാത്ത സാഹചര്യം കൂടിയാണ് എന്ന് ജീവദീപ്തി എന്ന് പറയുന്ന മുഖപത്രത്തിൽ വന്ന ആർട്ടിക്കിളിൽ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ വിളിച്ചോതുന്നത് യഥാർത്ഥത്തിൽ ക്രൈസ്തവ വോട്ടുകളിൽ ഒരു ഭിന്നിപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ക്രൈസ്തവ വോട്ടുകൾ എന്ത് തന്നെയാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വോട്ടുകളിൽ സാരമായ കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും അതേസമയം തന്നെ ക്രൈസ്തവ വോട്ടുകളിൽ BJPയിലേക്കും LDFിലേക്കും ഒരു ഭിന്നിപ്പുണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്നും ഈ ആർട്ടിക്കിളുകളെല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ അതേസമയം തന്നെ ദീപികയിൽ വന്നിരുന്ന ലേഖനമാണെങ്കിൽ പ്രത്യേകിച്ചും ക്രൈസ്തവ സഭയുടെ മുഖപത്രമായിട്ടുള്ള ദീപികയിൽ വരുന്ന ലേഖനത്തിൽ പറയുന്നത് കൃത്യമായി തന്നെ മണിപ്പൂർ വിഷയം തങ്ങൾക്ക് മറക്കാനാകില്ല എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അത് NDAയിലേക്ക് ആ വോട്ടുകളുടെ ഒരു ഒഴുക്കിന് അത് കുറയ്ക്കാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെയാണെങ്കിൽ ആ വോട്ടുകളെല്ലാം തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായി വരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി തെരഞ്ഞെടുപ്പിന് ഏതാനും 3 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഈ വോട്ടുകളെല്ലാം തന്നെ അതായത് ഈ ന്യൂനപക്ഷ വോട്ടുകളിലെല്ലാം തന്നെ ഒരു വലിയൊരു ഭിന്നത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ഭിന്നത യഥാർത്ഥത്തിൽ UDFന് അനുകൂലമായി വരാനുള്ള സാധ്യത കുറവാണ്. ആ ഭിന്നത യഥാർത്ഥത്തിൽ LDFന് അനുകൂലമായി വരാനുള്ള സാധ്യത ഏറെയാണ്. അതായത് ന്യൂനപക്ഷ വോട്ടുകളിൽ തന്നെ ക്രൈസ്തവ വോട്ടുകളാണെങ്കിലും മുസ്ലിം വോട്ടുകളാണെങ്കിലും ഇത്തവണ LDFനെ സംബന്ധിച്ചിടത്തോളം ഏറെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്.